മോണ്ട മാർക്കറ്റിലൂടെ രാവിലെ സുബഹി നിസ്കരിച്ച ഇമാമിനൊപ്പം ഒരു പ്രഭാത നടത്തും. രാവിലെ വണ്ടി വന്നു, എല്ലാവരും കലിപ്പിലാണ്. കാരണം ഇയാൾ നമ്മളെ രാവിലെ 1.5 കിലോമീറ്റർ നടത്തിച്ചു. നോക്കാം ഇനി എങ്ങനെ ഉണ്ടാവുമെന്ന് ഇൻഷാ അല്ലാഹ്. അങ്ങനെ നമ്മൾ ചാർമിനാറിലെത്തി. ഹൈദരാബാദിൽ നിന്ന് പ്ലേഗ് നിർമ്മാർജ്ജനം ചെയ്തതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് 1591 കുത്തുബ് ഷാഹി രാജവംശത്തിലെ സുൽത്താൻ മുഹമ്മദ് ഷാഹി കുത്തുബ് ഷായാണ് ഈ സ്മാരകം സ്ഥാപിച്ചത്. 4 മിനാരങ്ങൾ എന്നാണ് ചാർമിനാർ എന്ന വാക്കിൻ്റെ അർത്ഥം. ഈ 4 മിനാരങ്ങൾ പ്രതിനിധീകരിക്കുന്നത് ഇസ്ലാമിലെ ആദ്യത്തെ 4 ഖലീഫമാരെയാണ്: അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു തആല അൻഹും എന്നിവരെ. ഈ കാണുന്ന കെട്ടിടം ചാർമിനാറിലേക്ക് പോകുമ്പോഴത്തേക്കും വലതുവശത്ത് കാണുന്ന ഈ ബിൽഡിംഗ് 1345 ഹിജ്റ 1345 ഉണ്ടാക്കപ്പെട്ടൊരു കെട്ടിടമാണ്. അതായത് AD ക്രിസ്തുവർഷം കൂട്ടുമ്പോൾ 1926 വരും. ബൈത്തു അൽ ഹിക്മത്തി വഷിഫ എന്നാണ് ഇതിൻ്റെ പേര് കാണുന്നത്. അപ്പോൾ അത് മനസ്സിലാവുന്നത് ഇത് അവിടുത്തെ ഒരു മെഡിക്കൽ റിസർച്ച് സെൻറ്റർ ആൻഡ് ഹോസ്പിറ്റലായിരുന്നു എന്നുള്ളതാണ്. ഈ കുത്തുബ് ഷാഹി രാജാക്കന്മാരുടെ ആദ്യ തലസ്ഥാന നഗരി ഗോൾക്കൊണ്ടയായിരുന്നു. ഗോൾക്കൊണ്ടയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് മാറ്റിയ ശേഷമാണ് ഈ ചാർമിനാർ അവർ നിർമ്മിച്ചത്. ഇതിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചത് ഗ്രാനൈറ്റ്, ചുണ്ണാമ്പുകല്ല്, കരിങ്കല്ല് എന്നീ വസ്തുക്കളെ കൊണ്ടാണ്. ചാർമിനാറിൻ്റെ അകത്തളങ്ങൾ വളരെ മനോഹരമായി സംവിധാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ വശങ്ങളിലും അതേപോലെ മച്ചിലുമൊക്കെ വളരെ മനോഹരമായ ചിത്രപ്പണികൾ ചെയ്തു വച്ചിട്ടുണ്ട്. പൂക്കളുടെയും ജാമിതീയ രൂപങ്ങളുടെയും ഖുർആനിക വചനങ്ങളുടെയൊക്കെ മനോഹരമായ ആലേഖനം നമുക്കതിൽ ദർശിക്കാൻ കഴിയും. ചാർമിനാർ എന്ന വാക്കിൻ്റെ അർത്ഥം 4 മിനാരങ്ങൾ എന്നാണല്ലോ. 4 മിനാരങ്ങൾക്കുമിടയിൽ 4 കമാനങ്ങൾ നമ്മൾക്ക് ദർശിക്കാനാവും. ഈ 4 കമാനങ്ങളുടെയും ഉയരം 20 മീറ്ററാണ് ഇതിനുള്ളത്. ഇതിൻ്റെ വീതി 11 മീറ്ററാണ്. 20 മീറ്റർ ഉയരവും 11 മീറ്റർ വീതിയുമുള്ള 4 കമാനങ്ങൾ. 4 മിനാരങ്ങൾക്കും മുകളിലായി ചെമ്പ് പൊതിഞ്ഞ താഴികക്കുടങ്ങൾ ഉണ്ട്. ഓരോ മിനാരങ്ങൾക്കും 48.7 മീറ്റർ നീളമുണ്ട്. ഓരോ മിനാരങ്ങളുടെ ഉള്ളിലും 149 പടവുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറുന്നതിന് വേണ്ടി. ചാർമിനാറിന് തറക്കല്ലിടുന്ന വേളയിൽ കുത്തുബ് ഷാ ഇപ്രകാരം പ്രാർത്ഥിച്ചതായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം: അല്ലാഹുവേ, ഈ നഗരത്തിനും ശാന്തിയും ഐശ്വര്യവും നൽകണമേ. എല്ലാ ജാതിയിലും മതത്തിലും പെട്ട കോടിക്കണക്കിന് ആളുകൾക്ക് ഈ നഗരം തണലേകണമേ.
ചാർമിനാറിൽ നിന്നുള്ള മക്ക മസ്ജിദിൻ്റെ ദൃശ്യങ്ങളാണ്. നേരെ കാണുന്നത് മക്ക മസ്ജിദാണ്, ഹൈദരാബാദ്. എൻ്റെ മുന്നിലെ ഹൗളാണ്. പടികളിറങ്ങി താഴേക്ക്. ഇങ്ങോട്ടുള്ളത് കയറ്റമായിട്ടത്. ചാർമിനാർ സന്ദർശനത്തിന് ശേഷം ഞങ്ങൾ പോയത് മക്ക മസ്ജിദിലേക്കാണ്. ചാർമിനാറിൽ നിന്ന് ഏകദേശം 200 മീറ്റർ അകലെയായിട്ടാണ് മക്ക മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. ഈ ചാർമിനാറിൻ്റെയും മക്ക മസ്ജിദിൻ്റെയും പരിസരം, ആ ഒരു ഗല്ലി കംപ്ലീറ്റ് ആയിട്ട് പ്രസിദ്ധമായൊരു ബസാറാണ്. ലാഡ് ബസാർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടെ കിട്ടാത്ത സാധനങ്ങളില്ല എന്ന് പറയാം. മക്ക മസ്ജിദിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് പോലീസ് പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതുണ്ട്. 2007 മെയ് 18 മക്ക മസ്ജിദിൻ്റെ സമീപത്തുള്ള കെട്ടിടത്തിൽ ബോംബ് സ്ഫോടനം ഉണ്ടായതിനെ തുടർന്നാണ് ഇവിടെ ശക്തമായ പോലീസ് കാവൽ ഏർപ്പെടുത്തിയത്. 10,000-ലധികം ആളുകൾ പള്ളിയിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കായി എത്തിയ സന്ദർഭത്തിലായിരുന്നു പൈപ്പ് ബോംബ്, സെൽഫോൺ വഴി പ്രവർത്തിപ്പിച്ച പൈപ്പ് ബോംബ് പൊട്ടിത്തെറിച്ചത്. 9 പേർ ഈ സ്ഫോടനത്തെ തുടർന്ന് മരണപ്പെട്ടു. പിന്നീട് ഉണ്ടായ സംഭവവികാസത്തിൽ പോലീസ് വെടിവയ്പിൽ 5 പേർ കൂടി കൊല്ലപ്പെടുകയുണ്ടായി. മക്ക മസ്ജിദ് സ്ഫോടനക്കേസ് ഒരു കടങ്കഥയാണ്. എല്ലാവർക്കും ഉത്തരമറിയാമെങ്കിലും നീതിപീഠത്തിന് ഉത്തരമറിയില്ലാത്ത കടങ്കഥ. സ്വാമി അസീമാനന്ദയും 4 പ്രതികളും പത്രക്കാർക്ക് മുമ്പിൽ പരസ്യമായി തങ്ങളാണ് ഈ കുറ്റം ചെയ്തത് എന്ന് ഏറ്റുപറഞ്ഞെങ്കിലും NIA കോടതി തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി 11 പ്രതികളെയും കുറ്റവിമുക്തരാക്കി. മക്ക മസ്ജിദിൻ്റെ ചരിത്രത്തിലേക്ക് വരാം. 10,000 പേർക്കിരിക്കാവുന്ന രാജ്യത്തെ ഏറ്റവും വലിയ പള്ളികളിലൊന്നാണിത്. 17-ാം നൂറ്റാണ്ടിലാണ് ഈ പള്ളി പണി കഴിപ്പിച്ചത്. ഹൈദരാബാദിൽ ഏറ്റവും അവസാനമായി ഭരണത്തിൽ വന്ന നിസാം രാജാക്കന്മാരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളുടെ ഖബറുകളാണ് ഈ കാണുന്നത്. ഖുത്ബ് ഷാഹി രാജവംശത്തിലെ 6ാമത്തെ ഭരണാധികാരി മുഹമ്മദ് ഖുത്ബ് ഷാ സുന്നി ഷാഫി മുസല്ലയായിട്ടാണ് ഈ പള്ളി നിർമ്മിക്കുന്നത്.
CE 1614 അല്ലെങ്കിൽ 1617 ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചെങ്കിലും ഇത് പൂർത്തിയായത് 1693 94 മുഗൾ ചക്രവർത്തിയായ ഔറംഗസീബിൻ്റെ കാലഘട്ടത്തിലാണ്. വിദേശ മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന നിർമ്മാണ വസ്തുക്കൾ ഇതിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. മക്കയിൽ നിന്ന് കൊണ്ടുവന്ന ഇഷ്ടികകൾ കൊണ്ടാണ് പള്ളിയുടെ മധ്യ കമാനത്തിൻ്റെ കുറച്ചു ഭാഗം നിർമ്മിച്ചിട്ടുള്ളത്. കൂടാതെ മക്കയിൽ നിന്നുള്ള മണൽക്കല്ല്, മദീനയിൽ നിന്നുള്ള മിനുക്കിയ മാർബിൾ, ബഗ്ദാദിൽ നിന്നുള്ള പിച്ചള എന്നിവയൊക്കെ ഇതിൻ്റെ താഴിക കുടത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെന്താ സംഭവം മനസ്സിലായോ? മെമ്പറാണിത്. അത് മെമ്പറാണ്. രണ്ട് മെമ്പറിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഏകദേശം 8000 തൊഴിലാളികൾ ഇതിൻ്റെ നിർമ്മാണത്തിനായി ജോലി ചെയ്തിട്ടുണ്ട്. ഇനി ചൗമഹല്ല പാലസിലേക്ക്. ഹൈദരാബാദ് നിസാമുമാരുടെ കൊട്ടാരമാണ് ചൗമഹല്ല. ഇത് കൊട്ടാരമല്ല, കൊട്ടാരത്തിൻ്റെ മതിൽക്കെട്ടാണ്. ഇതിൻ്റെ ഉള്ളിലാണ് കൊട്ടാരമുള്ളത്. നിലവിൽ കൊട്ടാരം ഒരു മ്യൂസിയമായി മാറ്റിയിട്ടുണ്ടെങ്കിലും ഉടമസ്ഥാവകാശം ഇപ്പോഴും രാജകുടുംബത്തിന് തന്നെയാണ്. അസഫ് ജാഹി രാജകുടുംബത്തിൻ്റെ സ്വകാര്യ സ്വത്തായിരുന്ന കൊട്ടാരം 2005 ജനുവരി മുതലാണ് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തു തുടങ്ങിയത്. ഹൈദരാബാദ് ഭരിച്ചിരുന്ന നൈസാമുമാർ എന്ന മലയാളത്തിൽ പറയുന്ന രാജാക്കന്മാരുടെ യഥാർത്ഥ പേര് നിസാം എന്നാണ്. ഇത് അറബി അല്ലെങ്കിൽ പേർഷ്യൻ ഭാഷയാണ്. അസഫ് ജാഹി രാജവംശം എന്നാണ് ഈ രാജവംശം അറിയപ്പെടുന്നത്. ചാർമിനാറിനോട് ചേർന്ന് ഖുതുബ് ഷാഹി രാജവംശത്തിൻ്റെയും അസഫ് ജാഹി രാജവംശത്തിൻ്റെയും മുൻ കൊട്ടാരം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ കൊട്ടാരവും നിർമ്മിച്ചിട്ടുള്ളത്. 45 ഏക്കർ സ്ഥലത്തായിരുന്നു കൊട്ടാരം നിർമ്മിച്ചത്. എന്നാൽ ഇന്നത് 12 ഏക്കർ സ്ഥലം മാത്രമേ ഉള്ളൂ. 1769 നിസാം അലി ഖാൻ അസഫ് ജാ രണ്ടാമനാണ് കൊട്ടാരത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. ചാറ് എന്നാൽ 4 എന്നാണല്ലോ അർത്ഥം. ചാർ എന്ന പദത്തിൻ്റെ വ്യതിയാനമായ ചൗ എന്ന പദത്തിൽ നിന്നാണ് ഈ കൊട്ടാരത്തിന് ചൗ മഹൽ എന്ന പേര് കിട്ടിയത്. അതായത് 4 കൊട്ടാരങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നർത്ഥം. അഫ്സൽ മഹൽ, മഹ്താബ് മഹൽ, തഹ്നിയത്ത് മഹൽ, അഫ്താബ് മഹൽ എന്നിങ്ങനെയാണ് ഈ 4 കൊട്ടാരങ്ങളുടെയും പേര്. കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ സന്ദർശകർക്കായി ഒരുക്കപ്പെട്ട ഒരു സ്റ്റാളാണിത്. യാത്രാ സുവനീറുകൾ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. ചൗമഹല്ല പാലസിൻ്റെ ഏറ്റവും പ്രധാന ഭാഗം ഖിൽവത്ത് മുബാറക് എന്നറിയപ്പെടുന്നു.
ചൗമഹല്ല പാലസിൻ്റെ അകക്കാഴ്ചകളിലേക്ക്. ഇതാണ് രാജസിംഹാസനത്തിൻ്റെ സ്ഥലം. മൈസൂർ കൊട്ടാരം പലരും കണ്ടിട്ടുണ്ടാവുമല്ലോ. എന്നാൽ സ്റ്റെപ്കോ വർക്കുകൾ കൊണ്ട് അതിമനോഹരമാക്കിയ ഹൈദരാബാദ് കൊട്ടാരത്തിൻ്റെ അകക്കാഴ്ചകൾ അതിലേറെ ഭംഗിയുള്ളതാണ്. പാലസിൻ്റെ ഉള്ളിൽ കുറേ പ്രദർശന വസ്തുക്കളുണ്ട്. മ്യൂസിയം കൂടിയാണിത്. പടിക്കെട്ടുകൾ കയറി ചൗമഹല്ല പാലസിൻ്റെ 2ാം നിലയിലേക്ക്. ഈ കാണുന്ന ആയുധങ്ങളെല്ലാം നിസാം ജാഹി രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്നതാണ്. ഇവിടെ പഴയ കുറേ ലോക്കറുകൾ വെച്ചിട്ടുണ്ട്. എല്ലാം തള്ളിക്കൊണ്ട് പോകാവുന്ന സംവിധാനമുള്ളതാണിത്. കാരണം ഇതൊന്നും എടുത്തുകൊണ്ട് പോക്ക് പ്രയാസമാണ്. ഇതുവരെ കണ്ട കാഴ്ചകളെല്ലാം ഖിൽവത്ത് മുബാറക്കിൻ്റെ ഉള്ളിൽ നിന്നുള്ളതായിരുന്നു. ഇനി പുറത്തേക്കിറങ്ങുകയാണ് ആഫ്താബ് മഹലിലേക്ക്. ഈ 2 കൊട്ടാരങ്ങൾക്കുമിടയിൽ വിശാലമായ ഒരു മുറ്റം ഉണ്ട്. ഇതൊരു കൊട്ടാര സമുച്ചയമാണ് ആഫ്താബ് മഹൽ. പഴയ വെള്ളപ്പാത്തി എല്ലാം നല്ല ഇരുമ്പിലുണ്ടാക്കിയതാണ്. രാജകുടുംബാംഗങ്ങൾ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളാണ് പ്രധാനമായും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്.
ഇതും ഒരു പഴയ രാജരഥമാണ്. രാജകുടുംബം ഉപയോഗിച്ചിരുന്ന വിൻറ്റേജ് കാറുകളുടെ ശേഖരത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. റോൾസ് റോയ്സ് ഉൾപ്പെടെയുള്ള ധാരാളം കാറുകൾ ഇവിടെയുണ്ട്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ കണ്ടോ, ഇത് ഫ്രണ്ട് ഇവിടെ കറക്കിയാണ് സ്റ്റാർട്ടാക്കുക. ഇതൊക്കെ ഹെഡ്ലൈറ്റ് ഒക്കെ ഉണ്ടായി എത്ര ഇതിൻ്റെയൊക്കെ വലിപ്പം നോക്കിയേ, ബസ്സിൻ്റെ പൊക്കമുണ്ട്. തൊള്ളായിരത്തി മോഡൽ റോൾസ് റോയ്സ്. ഉണ്ടോ രഥം കണ്ടോ, രാജരഥം. ഇപ്പൊ പിടിച്ചരാം. ഈ കാണുന്ന കൊട്ടാരമാണ് അഫ്സൽ മഹൽ.
അഫ്സൽ മഹലിൻ്റെ അതിമനോഹരമായ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് കയറി വരുമ്പോഴത്തേക്കുള്ള ആ ഒരു ഫ്രണ്ട് പോർഷനാണ്. വളരെ അമൂല്യമായൊരു ഖുർആൻ ഗാലറി ഇവിടെയുണ്ട്. 1400 CE മുതലുള്ള ഖുർആൻ ഇവിടെ പ്രദർശനത്തിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് അധികം ചിത്രങ്ങൾ എടുക്കാൻ കഴിഞ്ഞില്ല. വർഷത്തിലേറെ പഴക്കമുള്ളതാണ് ഈ ക്ലോക്ക് ടവർ. നാട്ടുകാർ അവരുടെ വാച്ചുകൾ ശരിയാക്കിക്കൊണ്ടിരുന്നത് ഈ ക്ലോക്കിനെ അടിസ്ഥാനമാക്കിയായിരുന്നു. അങ്ങനെ രണ്ടാം ദിനം സന്ദർശനവും അവസാനിക്കുകയാണ്. ചാർമിനാറും മക്ക മസ്ജിദും ചൗമഹല്ല പാലസും ഒക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം കുറച്ച് പർച്ചേസിനായിട്ട് ചാർമിനാർ പരിസരത്ത് തന്നെയുള്ള ലാഡ് ബസാറിലേക്ക് ഞങ്ങളെത്തി. ലാഡ് ബസാറിലൂടെയാണ് ചാർമിനാറിലേക്ക് പോകേണ്ടത്. ഗോൽക്കൊണ്ട കോട്ടയുടെ വിശേഷങ്ങളുമായി 3-ാം വീഡിയോയിൽ വീണ്ടും കാണാം.